ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഡൽഹിയിലെ AAP സർക്കാർ 382 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് അഴിമതി സംബന്ധിച്ച 14 CAG റിപ്പോർട്ടുകൾ പുറത്തുവന്നെന്നും എന്നാൽ ഒരെണ്ണം പോലും നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ സർക്കാർ അനുവദിച്ചില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത്. 10 വർഷത്തിൽ സംസ്ഥാനത്ത് ഒരു പുതിയ ആശുപത്രി പോലും നിർമ്മിച്ചിട്ടില്ലെന്നും CAG റിപ്പോർട്ടിലുണ്ട്. കോൺഗ്രസ് സർക്കാർ നിർമ്മാണം തുടങ്ങിവെച്ച 3 ആശുപത്രികൾ പൂർത്തിയാക്കുക മാത്രമാണ് ചെയ്തത്. ഇന്ദിരാഗാന്ധി ആശുപത്രിയുടെ നിർമ്മാണത്തിൽ 5 വർഷത്തെ താമസമുണ്ടായി. ടെൻഡർ തുകയേക്കാൾ 314.9 കോടി രൂപ അധികമായി ചെലവഴിച്ചു. ബുറാഡി ആശുപത്രി 6 വർഷവും മൗലാന ആസാദ് ഡെന്റൽ ആശുപത്രി 6 വർഷവും വൈകിപ്പിച്ചു. ബുറാഡി ആശുപത്രിക്ക് 41.26 കോടി രൂപയും മൗലാന ആസാദ് ഡെന്റൽ ആശുപത്രിക്ക് 26.36 കോടി രൂപയും അധികമായി ചെലവഴിച്ചു. CAG റിപ്പോർട്ട് പ്രകാരം 2007-നും 2015-നും ഇടയിൽ ആശുപത്രി നിർമ്മാണത്തിനായി 15 സ്ഥലങ്ങൾ ഏറ്റെടുത്തു. ആശുപത്രികളും ഡിസ്പെൻസറികളും നിർമ്മിക്കേണ്ടതായിരുന്നു. പക്ഷേ ഒരു ജോലിയും ആരംഭിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. അഴിമതിയിൽ അന്വേഷണം നടത്താൻ ലഫ്റ്റനന്റ് ഗവർണർ ഉത്തരവിടണമെന്നും ഡൽഹി കോൺഗ്രസ് മേധാവി ദേവേന്ദ്ര യാദവ്, കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ എന്നിവർ ആവശ്യപ്പെട്ടു. അതിനിടെ ഡൽഹിയിൽ തകർന്ന അഴുക്കുചാലുകളുടെയും മാലിന്യ കൂമ്പാരങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിന്റെയും ചിത്രങ്ങളെടുത്ത് AAPയെ തുറന്നുകാട്ടണമെന്ന് പ്രവർത്തകർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. പകർത്തുന്ന ചിത്രങ്ങൾ ലൊക്കേഷൻ സഹിതം ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും മോദി പറഞ്ഞു. BJP ബൂത്ത് തല പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP സർക്കാർ രൂപീകരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് നാം ഓർക്കണം. AAP ഉണ്ടാക്കിയ പ്രശ്നങ്ങളിൽ നിന്നും ഡൽഹിയെ മോചിപ്പിക്കണം. ഇത് സംഭവിക്കുമ്പോൾ മാത്രമേ ഡൽഹിയെ വികസിത തലസ്ഥാനമാക്കാനാകൂ. എല്ലാ ബൂത്തിലും 3ഉം 4ഉം തലമുറ പ്രവർത്തകരുള്ള ഈ സംഘടനയുടെ ഡൽഹിയിലെ കരുത്ത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വൻ വിജയം നൽകുമെന്ന് ഉറപ്പുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് ഫലമുണ്ടാകും. നിങ്ങളുടെ ബൂത്തിൽ നിങ്ങൾ ഒരു വലിയ വിജയം കൈവരിക്കാൻ പോവുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.